തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഒരു സംഭവമുണ്ട്. സാമന്തര സുവിശേഷങ്ങളിൽ ഒക്കെയുള്ള ഒരു സംഭവമാണ്. ഈശോ മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ തൻ്റെ അപസ്മാര രോഗം പിടിപെട്ട മകനെയും കൂട്ടിക്കൊണ്ട് ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരികയാണ്. ശിഷ്യന്മാർ നോക്കിയിട്ട് അവനെ സുഖപ്പെടുത്താൻ പറ്റുന്നില്ല, ആകപ്പാടെ നാണക്കേടായി. പിന്നെ ഇയാൾ ഈശോ വന്നപ്പോൾ ചെന്ന് പറഞ്ഞു, നിൻ്റെ ശിഷ്യന്മാർക്ക് ഇവനെ സുഖപ്പെടുത്താൻ പറ്റിയില്ല, നിനക്കെങ്കിലും പറ്റുമോ? ഈശോ വഴിപിഴച്ച ഈ തലമുറയെ എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നൊക്കെ രണ്ട് വഴക്കൊക്കെ പറഞ്ഞ് ഈ മകനെ സുഖപ്പെടുത്തി തിരിച്ചു വിട്ടു. ഇത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ടൊരു രംഗമുണ്ട്, അതിനാണ് കുറച്ചുകൂടെ മനോഹാരിതയുള്ളത്. ഈശോയും ശിഷ്യന്മാരും പിന്നെ ഒറ്റയ്ക്കിരിക്കുന്ന നേരത്ത് ഈ ശിഷ്യന്മാർ ചെന്ന് ഈശോയോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സുഖപ്പെടുത്താൻ കഴിയാതെ പോയത്? ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത് പറ്റാതെ പോയത്? ഈശോ ഉത്തരം കൊടുക്കുന്നുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ എന്തും നിങ്ങൾക്ക് നടക്കും. അല്പം വിശ്വാസം കുറഞ്ഞു പോയി, അതാ അപകടം പറ്റിയത്. ഇതിനകത്ത് ശിഷ്യന്മാരുടെ ഈ മനോഭാവമുണ്ടല്ലോ, നമ്മളതിൽ നിന്ന് കണ്ടു പഠിക്കണം. നമുക്കൊരുപാട് തകർച്ചകൾ, നാണക്കേടുകൾ ഒക്കെ ജീവിതത്തിലുണ്ടാകും. നന്നായിട്ട് തുടങ്ങിയൊരു കാര്യം പെട്ടെന്ന് തകർന്നു പോകും. എല്ലാം ശരിയെന്ന് വിചാരിച്ചൊരു കാര്യം താറുമാറായി പോകും. നമ്മൾ നാണം കെടുന്ന സാഹചര്യങ്ങളുണ്ടാകും. വല്ലാണ്ടങ്ങ് നമ്മൾ നിരാശപ്പെട്ട് പോകരുത്. പിന്നെന്ത് ചെയ്യണം? ഞാനും എൻ്റെ ഈശോയും മാത്രമായിരിക്കും നേരത്ത് ഈശോയുടെ അടുത്ത് പോയി ഇവരെ പോലെ ചോദിക്കണം, കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾ കഴിയാതെ പോയത്? അതിനൊരു കാരണം കാണുമല്ലോ. എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഴ്ച സംഭവിച്ചു പോയത്? ഉത്തരം താ. അപ്പോൾ ഈശോ അതിൻ്റെ കൃത്യം ഉത്തരം തരും. അതായത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തകർച്ചകളുടെ കാരണം തേടി ഒരുപാട് കിടന്ന് അലയരുത്. പിന്നെന്ത് ചെയ്യണം? ഈശോയുടെ അടുത്ത് നിന്ന് ചോദിക്കണം, ഈശോയെ, ഞങ്ങൾക്ക് എന്താ പറ്റിയത്? കൃത്യം ഉത്തരം ഈശോ തരും. അവിടെ നീ തിരുത്തുക, വിജയം പിന്നാലെ വരും. അന്ന് പരാജയപ്പെട്ടു പോയ ശിഷ്യന്മാർ പിന്നെ ഈശോയിൽ നിന്നും ആത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അത്ഭുതങ്ങളുടെ മഹാപ്രളയമായിരുന്നു. ഈശോ തൊട്ട് സുഖപ്പെടുത്തിയെങ്കിൽ പത്രോസിൻ്റെ നിഴൽ വീണാൽ മതിയായിരുന്നു, രോഗികൾ സുഖപ്പെടും. ഈശോയോട് ചോദിക്കാം, കർത്താവേ, എവിടെയാണ് ഞങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്? അവൻ ഉത്തരം തരും. തിരുത്താൻ തയ്യാറാകാം. ആമേൻ.